ഫുൾ ഇൻസെൻറ്റീവ് അടിക്കാൻ യാതൊരു സാധ്യതയില്ലാതിരുന്നൊരു ദിവസമായിരുന്നു. പക്ഷേ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം 1 മൾട്ടി 2 മൾട്ടി 3 മൾട്ടിയും അടുപ്പിച്ച് 3 മൾട്ടി അടിച്ച് തന്ന് ഈ 11 മണിയായപ്പോഴത്തേക്ക് ഏകദേശം 25 ഓർഡർ കിട്ടിയ ഒരു ദിവസമായിരുന്നു. 100 ഡേ ചലഞ്ചിലെ 5ാമത്തെ ദിവസത്തെ കാഴ്ചകൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, 100 ഡേ ചലഞ്ചിലെ 5ാമത്തെ ദിവസമാണ് ഫ്രണ്ട്സ്. 4 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന 5700 സംതിങ്, അതായത് 5800 രൂപ. കഴിഞ്ഞ ദിവസം 4ാമത്തെ ദിവസമായ കഴിഞ്ഞ ദിവസം എന്തായാലും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന 1800 രൂപയാണ്. 300 രൂപ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് ചിലവെല്ലാം കൂടെ കഴിഞ്ഞ് 4000 രൂപയാണ്, അല്ല 4000 രൂപയാണ് കിട്ടിയിരിക്കുന്നത് 4 ദിവസം കൊണ്ട്. നമുക്ക് മാക്സിമം 1000 രൂപ കിട്ടുന്നുള്ളൂ കേട്ടോ. ചിലവ് കഴിഞ്ഞ് പെട്രോൾ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നമുക്ക് 1000 രൂപ കിട്ടുന്നുള്ളൂ. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കയറിപ്പോയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കൊട്ടിയത്ത് 5ാമത്തെ ദിവസം നമ്മൾ കൊട്ടിയത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓർഡർ അടിച്ചു 12:23 കേട്ടോ. ഞാൻ 12:10 ഇവിടെ എത്തിയത്, അല്ല 12:15 എത്തിയപ്പം നമുക്ക് എത്തിക്കരേന്ന് ഓൺലൈൻ ആക്കാമല്ലോ. ഇപ്പോൾ KFC ഓർഡർ അടിച്ചു 12:23 ഓർഡർ അടിച്ചിരിക്കുന്നത്. ഇന്നലെ 360 രൂപ മഴയുടെ മാത്രം സർജ് മാത്രം കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. രാത്രി ഏകദേശം 9 മണി വരെ മഴയായിരുന്നു, 9-9:30. അത്രയും സമയമുള്ള ഓർഡർ നമുക്ക് 20 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കയറിപ്പോയായിരുന്നു. എല്ലായിടത്തും ഇങ്ങനെ വന്ന് പെട്ടിടക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ 5ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ മാക്സിമം 100 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ ഏൺ ചെയ്യുക. നമ്മളൊരു ബൈക്ക് എടുക്കുക, ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം 400-450 രൂപയാണ് എണ്ണ ചിലവ് വരുന്നത്. ചില ദിവസം 500. ഇന്നലെ നമുക്ക് 400-450 വന്നോളൂ. കാരണം എല്ലാം ചെറിയ ഓർഡറായിരുന്നു. 24 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടും ഈ മഴയുടെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മളൊരു 1400-1300 അടുത്ത് കിട്ടിയിട്ടുള്ളൂ. ചെറിയ ഓർഡറായിരുന്നു. നല്ലൊരു 400-450 എണ്ണയാണ് ചിലവാകുന്നത്. മാക്സിമം 500 രൂപയുടെ എണ്ണയാണ് ചിലവാകുന്നത്. ഇത് ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. ഒരു 350 എനിക്ക് മുമ്പ് ചിലവാകുമായിരുന്നു. മാക്സിമം പോയ ഒരു 400 അതൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം ഒരു 100 രൂപയുടെ അടുത്ത് എക്സ്ട്രാ എണ്ണ ആവുന്നുണ്ട് എൻ്റെ വണ്ടിക്ക്. എൻജിൻ പണിയാണ് കേട്ടോ നല്ല. അപ്പോൾ ഓയിൽ ഇങ്ങനെ ഒഴിച്ചാണ് 5 ദിവസം കൂടപ്പോഴൊക്കെ ഞാൻ ഓയിൽ കുറച്ച് ഒഴിക്കും, കുറയും. അപ്പോൾ എൻജിൻ പണി നിന്ന് കഴിഞ്ഞാൽ നല്ല പണി ഉണ്ട്. കാരണം 1.5 ലക്ഷം കിലോമീറ്ററായി. ഇതിൻ്റെ ഇടയിൽ വലിയ പണിയൊന്നും നമ്മളെ വണ്ടി വന്നിട്ടില്ല. നമ്മൾ ആദ്യത്തെ ഓർഡർ എടുത്തിട്ടോ. ആദ്യത്തെ ഓർഡർ ചാത്തന്നൂരിലേക്കാണ് അടിച്ചത്. ചലഞ്ചിലെ ഡേ 5 ആദ്യത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയിരിക്കുന്നത് 44 രൂപയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഗുഡ്. ഇപ്പം നമുക്ക് ചാത്തന്നൂരെ ഹോട്ടലുണ്ട് കേട്ടോ. 2 ഹോട്ടലും കണ്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ ചാത്തന്നൂരിൽ നിന്ന് ഓർഡർ അടിച്ചിട്ടില്ല. അടിക്കാതിരിക്കട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അടിച്ചൊരു 15 കിലോമീറ്റർ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ആറ്റിങ്ങലൊക്കെ പോയിട്ട് വരും. 2ാമത്തെ ഓർഡർ അടിച്ചു. അത് ഇച്ചിരി ലോങ്ങാണ്, ഏകദേശം 10 കിലോമീറ്റർ ദൂരമുള്ള ഓർഡറാണ്. ഇതും ഡ്രീംസ് മാളിൽ നിന്നാണ്. 2ാമത്തെ ഓർഡർ എടുക്കാൻ നമ്മൾ ഡ്രീംസ് മാളിൽ എത്തിയിരിക്കുന്നത്. 2ാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊല്ലത്തേക്കാണ്. ഹബ്ബ് ഓർഡറാണ് കേട്ടോ, സൊമാറ്റോ ഹബ്ബിലേക്ക്. അതായത് ട്രെയിൻ ഓർഡറാണ്. നമുക്ക് സൊമാറ്റോ റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ഒരാൾ കാണും, ആളെ കൊണ്ട് കൊടുത്താൽ മതി. ഹബ്ബ് ഓർഡറാണ്. അത് കാര്യമായി നേരെ കൊല്ലത്തേക്ക് വിടാമെന്ന്. ലേറ്റ് 17 മിനിറ്റ് ലേറ്റായി. നമുക്ക് ഒരു സാധനം കിട്ടിയില്ല. 1:20. എൻ്റെ 2ാമത്തെ ഓർഡറാണ്. എൻ്റെ ഇൻസ്റ്റൻറ്റ് ഇന്ന് 23 ഓർഡർ എടുക്കണം. ഇപ്പോഴും സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നെനിക്ക് ഇതിപ്പം കിട്ടിയാൽ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ അരമണിക്കൂറിന് മേലെ, അതായത് 2 മണിക്കൂറിനുള്ളിൽ 2 ഓർഡർ മാത്രമേ കിട്ടും. സാധാരണ ഗതിയിൽ 4 ഓർഡർ അടിക്കേണ്ട സമയമാണ്. അങ്ങനെ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ട്രെയിൻ പോയോ ഇല്ലയോ നമുക്കറിയാൻ പറ്റത്തില്ല.
പോയി കാണുമായിരിക്കും. കുറേ താമസിച്ചില്ല വന്നത്. നമ്മൾ 1:52 2 മണിയായി. വേറെ 2 ഓർഡർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് 50 രൂപ ടിപ്പുള്ളൊരു ഓർഡർ കിട്ടി. മത്താമൽ റാഹത്തിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത്. മത്താമൽ റാഹത്തിൽ നിന്ന് നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഏത് വഴിയാണ് പോകേണ്ടത്? ഇതുവഴി തന്നെ പോകാം. നമുക്ക് 50 രൂപ അർച്ചന ഉണ്ണികൃഷ്ണനാണ് 50 രൂപ ടിപ്പ് വന്നിരിക്കുന്നത്. താങ്ക് യു അർച്ചന ഉണ്ണികൃഷ്ണൻ. സമയം വൈകുന്നേരം 6:15 6:16 കേട്ടോ. ഉച്ച സമയത്ത് നമ്മളെ ഡിലേ ആയില്ലേ ഓർഡർ. അപ്പം ഡിലേ ആയി. നമ്മളത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത് പിന്നെ അതോടുകൂടി മൂഡ് പോയി. സത്യപ്ര വീഡിയോ എടുക്കാനൊക്കെ മൂഡ് പോയി. ഇപ്പം സമയം 6:15 10ാമത്തെ ഓർഡർ കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഷോക്കായിരുന്നു. ഇങ്ങനെ ഓർഡർ വല്ലപ്പോഴൊക്കെ ഉള്ളായിരുന്നു. 23 ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം. അതിനിപ്പം എപ്പം നടക്കുമെന്ന് അറിയത്തില്ല. സമയം 6:15 ഇത് കൊടുത്ത് ഇരുപ്പം ഇത് കൂട്ടിക്കടയിലാണ്. റെയിൽവേ ഗേറ്റൊക്കെ അടച്ച് കടന്ന് നമ്മളങ്ങ് എത്തപ്പം ഡെലിവറി ആയപ്പം എനിക്കറിയാം ഓർഡർ ഡെലിവറി ആയപ്പോൾ 7 മണിയാവും. നമ്മൾ 7:30 ആയപ്പം 11 ഓർഡർ കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി ഫുൾ അടിക്കണമെങ്കിൽ 12 ഓർഡർ കൂടെ ഇനി കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം 12ാമത്തെ ഒരു ഓർഡർ എടുത്ത മത്താമൽ റാഹത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലാണ്. സൊമാറ്റോ ഹബിലേക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ഓർഡർ കിട്ടുന്നില്ല. ഇന്നത്തെ എൻ്റെ 3ാമത്തെ ഓർഡറാണ്. ട്രെയിൻ ഓർഡർ ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ട്രെയിൻ ഓർഡർ തുടങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി. ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിൻ ഓർഡർ ഇവിടെ ഡെലിവറി ചെയ്ത്. പക്ഷേ ഗ്യാരൻറ്റി ഓർഡർ കിടപ്പുണ്ടേ. 1 2 ഇത് മൾട്ടി അടിച്ചായിരുന്നു. രമേശ് റെസ്റ്റോറൻറ്റ് നല്ല എൻ്റെ വണ്ടി. ഞാൻ വണ്ടി എടുത്തില്ല. ഞാൻ വണ്ടി എടുക്കാതെ ഇങ്ങോട്ട് പോവാ. എൻ്റെ വണ്ടി കൂടിയിരിക്കുക. ഞാൻ വണ്ടി എടുക്കാതെ പോവാ. മൾട്ടി 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 മോനെ പൊളിച്ച് മൾട്ടി മൾട്ടി. ലൊക്കേഷൻ ചേഞ്ച്. ആദ്യം PW അതുകൊണ്ടാ അവിടെ ഇരിക്കുന്നില്ലേ അത്. ഓക്കെ PW റെസ്റ്റ് ഹൗസ്. അതറിയാം. ചിലപ്പോൾ വേറൊരെണ്ണം ഉണ്ട്. ഇനി അവിടെ എങ്ങനെയാണോ എന്നറിയത്തില്ല. അത് തന്നെ. ഇതിലും ഞാൻ വണ്ടി മറന്നു പോയല്ലേടാ നിന്നെ. റെയിൽവേ സ്റ്റേഷൻ മൾട്ടി ഓർഡറിൻ്റെ ഒരെണ്ണം കൊടുത്തു കേട്ടോ. നമ്മളിപ്പോൾ തങ്കശ്ശേരിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് അടുത്തത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ചെറിയ 2 മൾട്ടി ഓർഡറായിരുന്നു. നമുക്ക് അടുത്ത ഒരെണ്ണം വളയ്ക്കാൻ പെട്ട പാട് വണ്ടി. നമുക്ക് അടുത്ത മൾട്ടി ഓർഡർ അടിച്ച് ഗൈസ്. ഇതിൽ നമുക്ക് ടിപ്പുണ്ട് കേട്ടോ. കൃഷ്ണചന്ദ്രൻ ഞാൻ പറ കൃഷ്ണചന്ദ്രൻ 15 രൂപയാണ് ടിപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് GB റെസ്റ്റോറൻറ്റ് അതിൻ്റെ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റ് 2 റെസ്റ്റോറൻറ്റാണ് എടുക്കാനുള്ളത്. ഇവിടുന്ന് 2.6 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്തു. ജോബി 10 രൂപ നമുക്ക് ടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണചന്ദ്രൻ 15 രൂപ. അപ്പോൾ 2 കസ്റ്റമർ ടിപ്പ് ഉണ്ടായിരുന്നു. അത് മൾട്ടി ഓർഡർ.
അത് കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ ഇവിടുന്ന് നമുക്ക് 4.5 കിലോമീറ്റർ പോകാനുണ്ടല്ലോ. മൾട്ടി ഓർഡർ ഡെലിവറി ചെയ്തു. അടുത്ത ഓർഡർ അടിച്ചു. ഫ്രൈഡേ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അടിച്ചത്, മൾട്ടി അല്ല. നമ്മൾ 16 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് 8:41 ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫുൾ ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ 4-3-7 ഓർഡർ. മൾട്ടി വീണ്ടും മൾട്ടി. വാവ്, വരട്ടെ മൾട്ടികൾ വരട്ടെ, ചെറപറ വരട്ടെ. നമുക്ക് ഇതുവഴി അങ്ങോട്ട് ഇതുവഴി പോവാം. അപ്പോൾ മൾട്ടി ഓർഡറാണ് അത്. ഫ്രൈഡേ തന്നെയാണ് രണ്ടും എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതും കൂടെ കൊണ്ടുപോകും 18 ഓർഡറാവും. 2 ഓർഡറും റെഡിയാണ്. വളരെയധികം നന്ദിയുണ്ട്. ഇവിടെയാണ് 52-74. ഇവിടെ ഒരിക്കൽ മോഷണം നടന്നു, അതിനുശേഷമാണ് സ്കാനിങ് വന്നത്. 43-17. രണ്ട് ഓർഡറും ഡെലിവറി ചെയ്തില്ല, പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഫ്ലാറ്റിലേക്കാണ്. കൊല്ലത്ത് പിന്നെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അടിക്കും. ഇത് ഫ്ലാറ്റിലേക്കാണ് കേട്ടോ. 8th floor 8 ക്രിസ്റ്റൽ. ഇപ്പോൾ ഓർഡർ അടിച്ചിരിക്കുകയാണ്, കാണിക്കത്തില്ല. നമ്മൾ വെളിയിൽ ആപ്പിൻ്റെ വെളിയിൽ പോയിട്ട് ഒന്നേന്ന് എടുക്കണം. കണ്ടോ, 20 ടിപ്പുണ്ടല്ലോ. നമ്മൾ RP മാളിലെത്തി. എന്തൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആദ്യത്തെ 1-2 ഓർഡർ മാത്രമേ വെച്ച് വലുതുള്ളൂ, ബാക്കിയൊക്കെ ചെറുതാണ്. ടോട്ടൽ 18 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് 627 രൂപ കിട്ടി. നമ്മൾ 21 ഓർഡർ 21 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് 22ാമത്തെ ഓർഡർ എടുത്ത് ഇപ്പോൾ സമയം 10:21 ആയിട്ടുണ്ട്. 11 മണിയായപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 25 ഓർഡറാണ് കിട്ടിയത്. പിന്നെ 2-3 ചെറിയ ഓർഡറാണ് വളരെ പെട്ടെന്ന് കിട്ടിയത്. അങ്ങനെ 25 ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1403 രൂപയാണ്. ഇന്നെല്ലാം ചെറിയ ഓർഡറാണ്. നമുക്ക് ചിലവായ എണ്ണ ഒരു 350-400 രൂപയ്ക്ക് ഇടയിലാണ് ചിലവായത്. ഇന്ന് നമുക്ക് മീതി 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5 ദിവസം നമ്മൾ ഓടിയപ്പം ചിലവുകൾ കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന 5000 രൂപയാണ്. അതായത് ടോട്ടൽ, അതായത് ഒരു ദിവസം 1000 രൂപ വെച്ചാണ് മീതി കിട്ടുന്നത്. എണ്ണ അടി ചിലവ് കഴിഞ്ഞ് ഇതുവരെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ അടുത്ത ദിവസം ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസത്തെയും ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഫുൾ വീഡിയോ ഇടയ്ക്കിടയ്ക്കായിരിക്കും, ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടുന്നത്. കണ്ട് സപ്പോർട്ടായി മറക്കരുത്. 100 ഡേ ചലഞ്ച്.